ഹായ് ഓൾ വെൽക്കം ടു K2CC. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രപ്പോസിഷണൽ ലോജിക് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. സോ പ്രപ്പോസിഷണൽ ലോജിക് അതിനെ നമ്മൾ PL എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലോജിക് വെയർ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ പ്രപ്പോസിഷൻ. എന്താണ് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്? നമ്മുടെ ലോജിക്സ് ഇല്ലേ, നമ്മുടെ ഏജൻസിന് കൊടുക്കുന്ന ആ ലോജിക്കിൻ്റെ തന്നെ സിംപ്ലസ്റ്റ് ഫോമാണ്. അതിലെല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഈ പ്രപ്പോസിഷൻസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രപ്പോസിഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വിച്ച് ഇസ് എയ്തർ ട്രൂ ഓർ ഫോൾസ്. അത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെക്നിക് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഫോം. അതായത് നമ്മൾ ആ നോളജിനെ ലോജിക്കലിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലിയോ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് കൂടെയാണ്. അപ്പോൾ പ്രപ്പോസിഷണൽ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറയണം? പ്രപ്പോസിഷണൽ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മെയ്ഡ് ചെയ്തേക്കുന്ന പ്രപ്പോസിഷൻ വഴിയാണ്. ഇനി പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇതെന്ന് പറയുന്നത് നോളജിനെ ലോജിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് പ്രപ്പോസിഷണൽ ലോജിക്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് സൺഡേ, അതൊരു ട്രൂ പ്രപ്പോസിഷനാണ് അല്ലേ. പിന്നെ 3+3=7, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ അതൊരു ഫോൾസ് പ്രപ്പോസിഷനാണ്. 5 ഇസ് എ പ്രൈം നമ്പർ, അതൊരു സ്റ്റേറ്റ്മെൻറ്റുമാണ്, ഒരു ട്രൂ പ്രപ്പോസിഷനുമാണ്. ഇനി നമ്മളൊരു 8 പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ദ പ്രപ്പോസിഷണൽ ലോജിക്. ഓരോ ഫാക്ട്സ് ആക്കി നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൂളിയൻ ലോജിക് ആസ് ഇറ്റ്സ് വർക്ക്സ് ഓൺ 0 or 1. എന്താണ്? നമ്മളിതിനെ ബൂളിയൻ ലോജിക് എന്ന് പറയും. കാര്യം ഇത് 0യിലും 1ലുമാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഫോൾസ് പ്രപ്പോസിഷൻ ആണെങ്കിൽ 0 കാണിക്കും, ട്രൂ പ്രപ്പോസിഷൻ ആണെങ്കിൽ 1 കാണിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ ബൂളിയൻ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത് ഹിയർ വി യൂസ് സിംബോളിക് വേരിയബിൾസ് ടു റെപ്രസെൻറ്റ് ദ ലോജിക് സച്ച് എസ് ABCDE. ഇതിൽ നമ്മൾ എന്താണ് ABCDE അങ്ങനത്തെ സിംബോളിക് ലോജിക്സ് ഉപയോഗിച്ചിട്ടാണ്, വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ് ലോജിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? പ്രപ്പോസിഷൻ ക്യാൻ ബി എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് ഇറ്റ് കനോട്ട് ബി ബോത്ത്. നമ്മൾ ആദ്യം ഈ 0-1 കേസിൽ പറഞ്ഞതുപോലെ ഇത് ട്രൂ ആവാം ഫോൾസും ആവും എന്ന് പറഞ്ഞ് ട്രൂവും ഫോൾസും ചേർന്ന് പറയണം ആകത്തില്ല. ഇനി നാലാമത്തെ എന്താ പറഞ്ഞത്? ഇറ്റ് ഹാവ് ഒബ്ജക്റ്റ് റിലേഷൻ ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ്. ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റുകളുണ്ട്. ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓരോരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവ തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്, പിന്നെ ലോജിക്കൽ കണക്റ്റീവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ലോജിക്സിനെ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇതിനെ ബൂളിയൻ ലോജിക് എന്ന് പറയും. കാര്യം ഇത് 0യിലും 1ലുമാണ് വർക്ക് ചെയ്യുന്നത്. ട്രൂ പ്രപ്പോസിഷൻ ആണെങ്കിൽ 1 എന്നും ഫോൾസ് പ്രപ്പോസിഷൻ ആണെങ്കിൽ 0 എന്നും കാണിക്കും. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ലോജിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ABCD അങ്ങനെ എക്സെട്ര അങ്ങനെയുള്ള സിംബോളിക് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം എന്ന് പറഞ്ഞ് രണ്ടും ആകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ഉണ്ട്, അവനെ കണക്ട് ചെയ്യുന്ന ലോജിക്കൽ കണക്ടിവിറ്റീസും അതിൻ്റെ റിലേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ദ ലോജിക്കൽ കണക്ടിവിറ്റീസ് ആർ ഓൾസോ കോൾഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക്കൽ കണക്റ്റീവ്സിൻ്റെ മറ്റൊരു പേരാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത് കണക്റ്റീവ്സ് ആർ യൂസ്ഡ് ടു കണക്ട് സെൻറ്റൻസസ്. സെൻറ്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഈ പറയുന്ന കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇനി 7th സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ പ്രപ്പോസിഷണൽ ഫോർമുല വിച്ച് ഈസ് ഓൾവേസ് ട്രൂ ഈസ് കോൾഡ് ടോട്ടോളജി ആൻഡ് അതർവൈസ് കോൾഡ് കോൺട്രഡിക്ഷൻ. എപ്പോഴും ട്രൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ടോട്ടോളജി എന്നും പറയുന്നു. ഇനി സപ്പോസ് ഒരു പ്രപ്പോസിഷണൽ ഫോർമുല എപ്പോഴും ഫോൾസ് ആണെങ്കിൽ നമ്മളതിനെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എന്തുവാണ്? ഇതിലെ ലോജിക്കൽ കണക്റ്റീവ്സിനെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നു. സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനാണ് കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഈ പ്രപ്പോസിഷണൽ ഫോർമുല ട്രൂ ആണെങ്കിൽ നമ്മളതിനെ ടോട്ടോളജി എന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു? കോൺട്രഡിക്ഷൻ എന്നും പറയുന്നു. ഇനി 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ക്വസ്റ്റ്യൻ കമാൻഡ് ഇസ് നോട്ട് പ്രപ്പോസിഷൻ. ഈ ക്വസ്റ്റ്യൻ കമാൻഡൊക്കെ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, അതൊരിക്കലും പ്രപ്പോസിഷൻ അല്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് സിൻറ്റാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക്. പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ സിൻറ്റാക്സ് ഇത് വളരെ എളുപ്പമാണ്, നോക്കാം.
The syntax of propositional logic defines the allowable sentences for the language knowledge representation. അതായത് സിൻടാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക് എന്താ കാണിക്കുന്നതെന്ന് നമുക്ക് നോളജ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എത്ര സെൻറ്റൻസ് വേണോ ആ ഒരു സെൻറ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത് സിൻടാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക്ക് കാണിക്കുന്നത്. എന്താ പറയുന്നത്? ദ സിൻടാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക് ഡിഫൈൻസ് ദ അലവബിൾ സെൻറ്റൻസ് ഫോർ ദ നോളജ് റെപ്രസെൻറ്റേഷൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. അറ്റോമിക് പ്രപ്പോസിഷൻ എന്നും കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നും പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സിൻടാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോളജ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള സെൻറ്റൻസിനെയാണ് ഇതെന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. സിൻടാക്സ് ഓഫ് പ്രപ്പോസിഷണൽ ലോജിക് ഡിഫൈൻസ് ദ അലവബിൾ സെൻറ്റൻസ് ഫോർ ദ നോളജ് റെപ്രസെൻറ്റേഷൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. അറ്റോമിക് പ്രപ്പോസിഷനും കോമ്പൗണ്ട് പ്രപ്പോസിഷനും. അതെന്താണെന്ന് നോക്കാം. എളുപ്പമാണ്, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ പറയാം. അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് പ്രപ്പോസിഷൻ ആർ ദ സിമ്പിൾ പ്രപ്പോസിഷൻ. സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു പ്രപ്പോസിഷനാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പ്രപ്പോസിഷൻ സിമ്പിൾ. ആ പേരിൽ തന്നെയുണ്ട് അറ്റോമിക്, ഒന്ന്. ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ ഒറ്റ പ്രപ്പോസിഷൻ സിമ്പിളേ ഉള്ളൂ. ദീസ് ആർ ദ സെൻറ്റൻസസ് വിച്ച് മസ്റ്റ് ബി എയ്തർ ട്രൂ ഓർ ഫോൾസ്. ഇതൊന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസും ആവാം. അപ്പോൾ അറ്റോമിക് പ്രപ്പോസിഷനെ പറ്റി നമ്മൾ 3 പോയിൻറ്റുകൾ പഠിച്ചു. അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രപ്പോസിഷനാണ്. ഇതിൻ്റെ അകത്ത് സിംഗിൾ പ്രപ്പോസിഷൻ സിമ്പിളേ ഉള്ളൂ. ഇത് എന്താവാം? ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ പ്രപ്പോസിഷനാണ്. ഇതിൽ സിംഗിൾ പ്രപ്പോസിഷൻ സിമ്പിളേ ഉള്ളൂ. ഇത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇപ്പോൾ ഉദാഹരണം നോക്കി, 2+2 ഇതൊരു അറ്റോമിക് പ്രപ്പോസിഷനാണ്. അതുപോലെ ഒരു ട്രൂ ആയിട്ടൊരു ഫാക്റ്റുമാണ്. ഇവിടെ എന്താണ്? ഒരു സിമ്പിൾ പ്രപ്പോസിഷനിലെ യൂസ് ചെയ്തേക്കുന്ന പ്ലസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രപ്പോസിഷൻ. അതുപോലെ സിംഗിൾ പ്രപ്പോസിഷനിൽ സിമ്പിളല്ലേ യൂസ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ പ്ലസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇതെന്ന് പറയുന്നത് ഒരു ട്രൂ ആണ്. ഇനി കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് സിംപ്ലർ ഓർ അറ്റോമിക് പ്രപ്പോസിഷൻ. ഈ പറയുന്ന അറ്റോമിക് പ്രപ്പോസിഷൻ ഒരുപാടെണ്ണം ചേരുമ്പോഴത്തേനുമാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ കിട്ടുന്നത്. ഇത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറ്റോമിക് ആയിട്ടുള്ള പ്രപ്പോസിഷനെ പരാന്തസിസ് യൂസ് ചെയ്തിട്ടോ ലോജിക്കൽ കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടോ നമ്മൾ കണക്ട് ചെയ്യും. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് സിംപ്ലെക്സ് ഓർ അറ്റോമിക് പ്രപ്പോസിഷൻ യൂസിങ് പരാന്തസിസ് ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ 2 സെൻറ്റൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ, സ്ട്രീറ്റ് ഈസ് വെറ്റ്. ഇത് ആൻഡ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ലോജിക്കൽ കണക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഒരുമിച്ചാക്കി. ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ ആൻഡ് സ്ട്രീറ്റ് ഈസ് വെറ്റ്. ഓക്കെ.